ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കാരണം വേറെ ഒന്നുമല്ല, ട്രംപ് പൊടുന്നനെ പോയിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ അടുത്തേക്ക് റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഡീലാണ് സൈൻ ചെയ്യുന്നത്. അത് ഡീൽ എപ്പോഴും ഡീലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ മാത്രം നടപ്പിലാക്കിയ ഡീലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കംബോഡിയയുമായിട്ട് റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഡീല്, തായ്ലാൻഡുമായിട്ട് റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഡീല്, ജപ്പാനിൽ ഇന്നലെ പോയിട്ട് ജപ്പാനിലും റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഡീല്. പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ റെയർ എർത്ത് എലമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റിസർവ്ഡ് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ തുച്ഛമായ അളവിൽ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് റെയർ എർത്ത് എലമെൻറ്റ്സ് അഥവാ റെയർ എർത്ത് മിനറൽസ്. ഈ സാഹചര്യത്തിൽ ട്രംപിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആദി, അതായത് ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഭയങ്കര വെപ്രാളമാണ് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാരണമായി തീർന്നത് ചൈന കൊടുത്ത പണിയാണ്. ചൈന കൊടുത്ത മുട്ടം പണിയിൽ അമേരിക്കയ്ക്കുള്ളിൽ പല സ്ഥാപനങ്ങളിലും മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ സംഗതി ഒരു അൺസർട്ടനിറ്റിയിലോട്ടാണ് പോകുന്നത്. അതിന് ഈ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങളൊന്നുമല്ല. എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് പോലത്തെ സ്ഥാപനങ്ങൾ, നാസ പോലത്തെ സ്ഥാപനങ്ങൾ, ലോക്കിഡ് മാർട്ടിൻ പോലത്തെ സ്ഥാപനങ്ങൾ, ഇതേപോലത്തെ ഡിഫൻസ് മേഖലയിൽ പല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലുമുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ റെയർ എർത്ത് എലമെന്റ്സ് മിസ്റ്റർ ട്രംപ് നമ്മൾ ഇനി എന്ത് ചെയ്യും, മിസ്റ്റർ പ്രസിഡന്റ് നമ്മൾ എന്താണ് ഇപ്പോൾ റെയർ എർത്ത് എലമെന്റ്സിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ കർഷകരുടെ പ്രഷർ വേറൊരു സൈഡിൽ. ഞങ്ങളുടെ സോയാബീൻ എന്താണ് വിറ്റഴിക്കാത്തത്, ഇതിങ്ങനെ കിടന്ന് നശിച്ചു പോവുകയല്ലേ, ഈ കാർഷിക വൃത്തി അതായത് ഈ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വില തന്ന് ഇതൊന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തതിന് വിറ്റഴിക്കണം, ഇങ്ങനത്തെ രീതിയിലുള്ള റിക്വസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് അമേരിക്കയിൽ 3% കഴിഞ്ഞിരിക്കുന്നു ഇൻഫ്ലേഷൻ റേറ്റ്. പിന്നെ പൊതുവിൽ ട്രംപ് മറ്റുള്ള ഗ്ലോബൽ വിഷയങ്ങളെയൊക്കെ പണ്ട് ചർച്ചയ്ക്ക് എടുത്തിരുന്നില്ല. പണ്ട് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കുള്ളിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അമേരിക്കയ്ക്കുള്ളിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഇപ്പം പുറത്താണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഡെമോക്രറ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ ഒരു രീതി, അതേ ഒരു രീതിയിലേക്ക് ട്രംപ് മാറുന്നില്ലേ എന്ന്, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ ആ മൂവ്മെന്റിൽ നിന്ന് തന്നെ ആൾക്കാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ പറയണം. ഇതിലുപരിയായിട്ട് 4ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് അമേരിക്കയുടെ ഈ ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയാണെങ്കിൽ 15 മുതൽ 20 ബില്യന്റെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ. ഇതാരും തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ട്രംപ് ആണെങ്കിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ പറ്റിക്കാന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ഹണിമൂൺ പീരീഡ് ആണ്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പണ്ട് ഡെമോക്രറ്റുകളുടെ ആ ഒരു ഭരണത്തിൽ ഒരു വെറുപ്പുണ്ടല്ലോ, ഒരു വിദ്വേഷം, ഒരു വെറുപ്പ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്രീണനം റിപ്പബ്ലിക്കൻസിന് കിട്ടിയിരുന്നു. ആ പ്രീണനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും ഒരു ഹെസിറ്റേഷൻ, അതായത് ഇല്ല ട്രംപ് ചെയ്യുന്നത് നല്ലതാണ്, ട്രംപ് അമേരിക്കയ്ക്ക് നല്ലത് വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇതിന്റെ ഡീപ്പ് സ്റ്റഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗുരുതരമാണ്. അതായത് പുള്ളിക്കാരൻ പറയുന്നത് താരിഫ് നല്ലതാണ്, താരിഫ് കൊണ്ട് ഗവൺമെന്റിന് ഒരുപാട് വരുമാനം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആരും തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല ഈ താരിഫ് എല്ലാം ചൈനയോ ഇന്ത്യയോ മറ്റുള്ള രാജ്യങ്ങളല്ല ഇത് പേ ചെയ്യുന്നത്, ഇത് അമേരിക്കൻ ജനങ്ങളാണ് പേ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ അമേരിക്കയുടെ ക്രെഡിറ്റ് കാർഡ് ബ്യൂറോ, അതായത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് ബ്യൂറോ ഉണ്ട്, അതായത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു സെൻട്രൽ ബ്യൂറോ. ഇതാണ് എല്ലാ ബാങ്കുകളുടെയും കൃത്യമായിട്ടുള്ള ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഡേറ്റ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കമ്പനി. ആ കമ്പനി അവരുടെ ഒരു അപ്രൂവൽ റേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കൻ ജനങ്ങൾക്ക് 90 ദിവസമാണ് ക്രെഡിറ്റ് കാർഡിന്റെ റീപേയ്മെന്റ് ഗഡു. അപ്പോൾ ആ വിതിൻ 90 ഡേയ്സിന്റെ ഉള്ളിൽ ഒരുപാട് പേർക്ക് തിരിച്ചടവ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അമേരിക്ക. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ക്രെഡിറ്റ് കാർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതായത് അമേരിക്കയുടെ ഉള്ളിലേക്ക് നടക്കുന്ന ഈ ഒരു അടിയൊഴുക്ക് പൊതുജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. ഞാൻ സമാധാനം സൃഷ്ടിക്കുന്നെന്ന് പറയുന്നുണ്ട്. റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകളൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. ഈ റെയർ എർത്ത് എലമെന്റ്സ് ഡീൽ സൈൻ ചെയ്ത ഉടനെ റെയർ എർത്ത് എലമെന്റ്സ് എല്ലാം ഈ കയറ്റി അയക്കണം എന്നുള്ള നിർബന്ധമാണോ? ഒരിക്കലുമില്ല. ഡീൽ സൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഞങ്ങൾ തരും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കി എവിടെ നിന്നും കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്പർ 1 ചൈനയാണ്. 90% അവരാണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ റെയർ എർത്ത് എലമെന്റ്സ് റിഫൈൻ ചെയ്യുന്ന കപ്പാസിറ്റി, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ജപ്പാന്റെ കയ്യിൽ റെയർ എർത്ത് എലമെന്റ്സ് എടുത്താലും എവിടെയുള്ള മണ്ണ് തോണ്ടിയെടുത്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ടാവും. പക്ഷേ ഈ മണ്ണ് തോണ്ടിയെടുക്കുന്നതുകൊണ്ട് മാത്രം ഇതിനകത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നില്ല. ഓസ്ട്രേലിയയുമായിട്ട് 5 ദിവസത്തിന് മുമ്പ് ട്രംപ് ഇതേപോലെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലാണ് സൈൻ ചെയ്തത്. ഇപ്പൊ ആര് അമേരിക്കയിലോട്ട് കയറി പോയാലും റെയർ എർത്ത് എലമെന്റ്സ് സൈൻ ചെയ്യണം ഡീൽ. അത് മാൻഡേറ്ററി ആണ്. അത് അമേരിക്കയുടെ ഒരു പോളിസി ആയിട്ട് തന്നെ ഇപ്പൊ മാറിയിരിക്കുകയാണ്. ആരെങ്കിലും അമേരിക്കയിൽ ട്രംപിനെ കാണാൻ പോകുന്നു, ജസ്റ്റ് ഒരു പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, സർ റെയർ എർത്ത് എലമെന്റ്സ് ഡീലിന് റെഡിയാണ്, ഉടനെ വിളിക്കൂ, അപ്പോയിന്റ്മെന്റ് കൊടുക്കൂ, സൈൻ ചെയ്യൂ, ഉടനെ പത്രസമ്മേളനം നടത്തുക, പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അമേരിക്കക്കാരെ മണ്ടന്മാരാക്കാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ലിഥിയം, ഫോർ എക്സാമ്പിൾ, ഈ ലിഥിയം എന്ന് പറഞ്ഞാൽ ഇത് സംഭവം കംപ്ലീറ്റ് റോ മെറ്റീരിയൽസ് എടുത്ത് ചൈനയിലോട്ട് അയക്കുകയാണ്.
ചൈന എന്താ വെച്ചാൽ ചൈനയാണ് ഇതിനെ റിഫൈൻ ചെയ്ത് ആക്ച്വൽ ലിഥിയമാക്കി മാറ്റി ഓസ്ട്രേലിയയ്ക്ക് തിരിച്ച് റീ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഓസ്ട്രേലിയയെ കുറിച്ച് മാത്രം പറയുന്ന വിഷയമല്ല, ഇത് ഇന്നത്തെ ലോകത്ത് പരമാവധി രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണിത്. അതായത് ചൈന അടുത്താണ് ഇത് മാസ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി വൻതോതിൽ ഇത് റിഫൈൻ ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് ചൈനയ്ക്കാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ അടുത്ത് ഇല്ലാന്നില്ല. മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റിയൊക്കെ ഉള്ളത്. ഇനി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെയും അത് ഒരുപാട് വർഷങ്ങൾ എടുക്കും. ഒരു 5 മുതൽ 8 വർഷം എന്തായാലും എടുക്കും. മിനിമം ഒരു 3 to 4 ഇയേഴ്സ് എന്തായാലും എടുക്കും ബേസിക് ലെവലിൽ ഈ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. ഈ തിരിച്ചറിവ് ട്രംപിന് ഉണ്ടായാൽ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ചൈനയുമായിട്ട് ഒരു രമ്യതയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചൈന അതിന് എന്ത് പ്രതീക്ഷിക്കുമെന്നാണ് ഇപ്പം വലിയ ചോദ്യമായിട്ട് അമേരിക്ക തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ട്രംപിന് നല്ല തലവേദനയാണ്. ഷീ ജിൻപിങ്ങിനെ ഇനി 2 ദിവസത്തിനുള്ളിൽ ട്രംപ് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ എവിടെ എത്തുന്നുള്ളത്. ഇപ്പം സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് സോയാബീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സോയാബീൻ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ചൈനയെ കൊണ്ട് വീണ്ടും പർച്ചേസ് ചെയ്യിപ്പിക്കുക. മൂന്നാമത്തെ വിഷയം, അമേരിക്കയുടെ ഉള്ളിലേക്ക് ഫെന്റനൈൽ കയറ്റുമതി ചെയ്യുന്നത് വെനിസുലയിലൂടെ ചൈനയാണ് എന്നുള്ള ആരോപണമാണ് അമേരിക്കയ്ക്കുള്ളത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് റയർ എർത്ത് എലമെന്റ്സ് ചൈനയുടെ പക്കലുള്ളത് 44 മില്യൺ മെട്രിക് ടണ്ണാണ്. ചൈനയാണ് നമ്പർ 1. ഇനി 2ാം സ്ഥാനത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബ്രസീലാണ്. ബ്രസീലിന്റെ അടുത്ത് 21 മില്യൺ മെട്രിക് ടണ്ണാണ് ഉള്ളത്. റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17 തരം റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 17 തരം എലമെന്റ്സ് ഇന്നത്തെ ഒരു ടെക്നോളജിക്കൽ മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഓരോന്നും ഇവിടെ പേരെടുത്ത് പറയുന്നില്ല. മൂന്നാമത് ഇന്ത്യയാണ്. 6.9 മില്യൺ മെട്രിക് ടണ്ണാണ് ഇന്ത്യയുടെ കപ്പാസിറ്റി ഈ റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. 4ാമത് ഓസ്ട്രേലിയയാണ്. 5.7 മില്യൺ മെട്രിക് ടണ്ണാണ് ഓസ്ട്രേലിയയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അടുത്ത് റഷ്യയാണ്. 3.8 മില്യൺ മെട്രിക് ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. വിയറ്റ്നാമിനും അതേപോലെ 3.5 മില്യൺ മെട്രിക് ടൺ ഉൽപാദന ശേഷിയുണ്ട്. അത് 7ാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, അമേരിക്കയാണ്. 1.9 മില്യൺ മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റിയാണ് അമേരിക്കയ്ക്കുള്ളത്. 8ാം സ്ഥാനം 1.5 മില്യൺ മെട്രിക് ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായിട്ട് ഗ്രീൻലാൻഡ് ആണ് ആ പൊസിഷനിലുള്ളത്. ഗ്രീൻലാൻഡ്. ഇപ്പം ഞാൻ ഇത്രയും രാജ്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ജപ്പാന്റെ സ്ഥാനം എവിടെയാണ്, കംബോഡിയയുടെ സ്ഥാനം എവിടെയാണ്, തായ്ലാൻഡിലെ സ്ഥാനം എവിടെയാണ്? അപ്പൊ ഇതൊക്കെ ചിന്തിച്ച് നോക്കണം. ഈ താരിഫ് കൊണ്ട് പിടിച്ച പുലിവാലാണ് ട്രംപ് ഇപ്പം ഏത് രീതിയിൽ രക്ഷപ്പെടുമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇപ്പൊ താരിഫിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈഗോ ഹേർട്ട് ആവും. അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ് ട്രംപിന്. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ചൈന അടുത്ത് ഓസ്ട്രേലിയക്ക് ഒരു ഷോക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി ഓസ്ട്രേലിയ ചൈനയുമായിട്ട് ഡീൽ ചെയ്യുന്നെങ്കിൽ അത് ചൈനീസ് കറൻസിയിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇതിന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പ്രശ്നം ഉണ്ടാക്കും. ഈ RMB എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നും റോ മെറ്റീരിയൽസ് എടുത്ത് ചൈനയിലേക്ക് അയച്ചു കൊടുത്ത് അത് റിഫൈൻ ചെയ്ത് ആ ആക്ച്വൽ പ്രോഡക്റ്റ് വാങ്ങി ഓസ്ട്രേലിയയിൽ നിന്നും എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന റയർ എർത്ത് എലമെന്റ്സ് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്കാണ് ചൈനയുമായിട്ട് നടത്തുന്ന ഡീലിംഗ്സിൽ ഇനി ചൈനീസ് കറൻസി ഉപയോഗിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം ചൈന വെച്ചിരിക്കുന്നത്. അടുത്ത് ഷഹബാസ് ഷെരീഫ്. ഈ കോമഡി പീസുകളെ നമ്മൾ പറഞ്ഞു മടുത്തു, എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ഷഹബാസ് ഷെരീഫ് ഇന്നലെ ഒരു എക്സ് പോസ്റ്റ്, അതായത് പഴയ ട്വിറ്റർ, ആ പോസ്റ്റിൽ ജസ്റ്റ് കുറിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 27 എന്ന് പറയുന്നത് ഒരു ഡാർക്കസ്റ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി എന്നാണ് പുള്ളിക്കാരൻ എഴുതി കുറിച്ചത്. അതിന് കാരണമായിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ഇന്ത്യ കശ്മീരിനെ ഒക്കുപ്പൈ ചെയ്ത, അതായത് ശ്രീനഗർ ഭാഗത്ത് നമ്മളുടെ ഫോഴ്സിനെ കൊണ്ട് നിർത്തി നമ്മൾ കശ്മീരിനെ ഒക്കുപ്പൈ ചെയ്ത ആ ഒരു ഡേ ആണ് എന്നാണ് എഴുതി കുറിച്ചത്. ഇതിപ്പോൾ ഈ ട്വിറ്ററിൽ എലോൺ മസ്കിന്റെ ഗ്രോക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ ഗ്രോക്ക് വെരിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ കള്ളത്തരങ്ങൾ എഴുതാനിപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഷഹബാസ് ഷെരീഫ് എഴുതിയ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ് എന്നുള്ളതാണ് ഗ്രോക്കിന്റെ കണ്ടെത്തൽ. ഗ്രോക്ക് ഉടനെ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ റെസ്പോൺസ് ഇങ്ങനെയാണ്: ഇന്ത്യ രാജാ ഹരിസിംഗിന്റെ നേതൃത്വത്തിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ടാണ് കശ്മീരിന്റെ രാജാവ് ലീഗലി കശ്മീർ ഇന്ത്യക്ക് എഴുതി കൊടുത്തതാണ് എന്നുള്ള നിലയിൽ ഷഹബാസ് ഷെരീഫിന്റെ സ്റ്റേറ്റ്മെന്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇത് ട്വിറ്ററിൽ ഈ പോസ്റ്റ് ഇട്ടും പോയി തുടരെ താഴോട്ട് കംപ്ലീറ്റ് പൊങ്കാലയാണ്. ഇതേപോലെ കള്ളത്തരങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് ആൾക്കാർ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇയാൾക്കൊക്കെ വെറുതെ ഇരുന്നാൽ പോരെ, എന്തിനാണ് ചുമ്മാ പോയി കള്ളത്തരങ്ങൾ എഴുതുന്നത്? ജർമ്മനിയിൽ 2024 മാത്രം 2 ലക്ഷം പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് ഷോക്കിംഗ് ന്യൂസ് ആണ്. ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ന്യൂസ്. ആ രീതിയിലാണ് ഇത്. ജർമ്മനി മാത്രമല്ല, ഫ്രാൻസും അടുത്ത് ലൈനപ്പ് ചെയ്ത് നിൽപ്പുണ്ട് ഈ വിഷയത്തിൽ. ഗാസയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഗാസയിൽ അംജദ് അൽ ഷവ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പൊ പുതുതായിട്ട് നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഹമാസ് അപ്പോയിന്റ് വെച്ചാൽ ഇയാൾ ഹമാസിന്റെ മെമ്പർ ആണ് ഇയാൾ, പക്ഷെ എന്നാലും ഹമാസിന്റെ മെമ്പർ അല്ല എന്നുള്ള തരത്തിൽ ആക്കി തീർത്തുകൊണ്ട് ഇയാളൊരു NGO പ്രവർത്തകനാണ് അവിടെ. ഈ അംജദ് അൽ ഷവ എന്ന് പറഞ്ഞ വ്യക്തിയെ ഗാസയുടെ നേതൃത്വം ഏൽപ്പിക്കുന്നതിൽ ഹമാസിന് വിയോജിപ്പില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹമാസിന് വിയോജിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണേണ്ടതാണ്.
അതായത് ഈ ഗാസയുടെ യെല്ലോ ലൈനിൻ്റെ അവിടെ ചെറുതായിട്ടൊരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. അതായത് ഈ ഗാസൻസ് യെല്ലോ ലൈൻ മറികടന്ന് വന്ന് അവർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇസ്രായേലി ബന്ദികളുടെ ബോഡി അന്വേഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ കൊടുത്തത്. പക്ഷേ അത് പിന്നീടാണ് അവർ പറഞ്ഞു വന്നത്. പക്ഷേ ഈ യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്ത് IDF നിൽക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സെർച്ചും നടത്തേണ്ടതില്ല. കാരണം അതെല്ലാം തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് വരുന്നത് തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്ന് കണ്ടുകൊണ്ടാണ് IDF വെടിയുതിർത്തതായിട്ട് പറയുന്നത്. അതേപോലെ ഗാസയ്ക്കുള്ളിൽ പലതരത്തിലുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ തന്നെ സെൽഫ് മാധ്യമ പ്രവർത്തകരാണ്. ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ പഴയ വീഡിയോ ഫുട്ടേജ് ഒക്കെ എടുത്ത് പുറത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇത്രയും കാലം ഇവർ ഗാസയ്ക്കുള്ളിൽ അത് നടക്കുന്നു ഇത് നടക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള സെന്റിമെന്റൽ ഇമേജും ഫുട്ടേജും വീഡിയോസും എല്ലാം കാണിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് പണപ്പിരിവ് നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് 2023 പിക്ചേഴ്സ് ഒക്കെ എടുത്ത് അവർ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിൽ പണപ്പിരിവുകൾ തുടരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിൽ ഒരാളുടെ പേരും അയാളുടെ പേജുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ലെബനാന്റെ സൈഡിൽ എന്തോ ഒരു വലിയ സംഭവം സംഭവിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ 48 മണിക്കൂറിൽ 70 ഹെസ്ബുള്ള നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. യുനീഫിലിന്റെ തലയുടെ തൊട്ട് മുകളിൽ കൂടെയൊക്കെ മിസൈലുകൾ ചീറിപ്പാഞ്ഞു പോകുന്നതായിട്ടുള്ള വാർത്തകളും ഫുട്ടേജസ് ഒക്കെ വന്നിട്ടുണ്ട്. യുനീഫിൽ ഉടനെ തന്നെ UN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UN അതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിന്റെ നടപടി ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ. യുനീഫിലിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ബഫർ സോണിന്റെ ഉള്ളിലൂടെ ഹെസ്ബുള്ള സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഈ ഏരിയയിൽ തന്നെ അവർ വരാൻ പാടില്ല എന്നുള്ളതാണ് യുനീഫിൽ നോക്കി നടത്തേണ്ട ജോലി. പക്ഷേ അത് അവർ വൃത്തിയായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന് ആ പണി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള മറുപടിയാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. നിലവിലെ ഹെസ്ബുള്ളയുടെ ലീഡറായിട്ടുള്ള നെയ്യം കാസിം പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും വാർണിംഗ് എല്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇസ്രായേൽ വകവെക്കുന്നില്ല. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുന്ന പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ലെബനാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാറിലും ബൈക്കിലും ലോറികളിലും ഇങ്ങനെ പലതരത്തിൽ ആയുധങ്ങൾ കടത്തുന്ന മേഖലകളെല്ലാം ടാർഗറ്റ് ചെയ്ത് തുടരെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ നവംബർ 2024 മുതൽ ഈ ഒക്ടോബർ 2025 വരെയുള്ള ഈ ഒരു കാലയളവിൽ സീസ് ഫയർ ഒപ്പിട്ട് ഇസ്രായേലും ലെബനാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു പീരീഡിൽ മാത്രം 613 ആക്രമണങ്ങൾ ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ലെബനന്റെ ഉള്ളിൽ നിന്നും ഹെസ്ബുള്ളയെ ഒഴിഞ്ഞു പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പം അമേരിക്കൻ എൻവോയ് ആയിട്ടുള്ള ഒരു ലേഡി അവിടെ വന്നിട്ടുണ്ട്. മോർഗൻ ഒട്ടോഗസ് എന്നാണ് ഇവരുടെ പേര്. മോർഗൻ ഒട്ടോഗസ് അവിടെ വന്നിട്ട് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ലെബനാന്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ട് ഹെസ്ബുള്ള ഒഴിവാകണം. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. ഇതിന്റെ റിയാലിറ്റി ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലെബനാൻ ജനങ്ങളുടെ ഉള്ളിൽ ഏതാണ്ട് 50% ആൾക്കാർ ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം അവരുടെ ഫൈനാൻഷ്യൽ നെറ്റ്വർക്ക്. അവർക്ക് കർദൽ ഹസൻ എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട് അവിടെ. അത് നമ്മളുടെ SBI പോലത്തെ ഒരു ചെയിൻ ഓഫ് മണി ലെൻഡിങ് കമ്പനിയാണ്. അപ്പോൾ അവരിങ്ങനെ തുടരെ പല സ്ഥലങ്ങളിലും അവർക്ക് ഓഫീസുണ്ട്. ബെയ്റൂത്തിലായിക്കോട്ടെ, ലെബനാന്റെ പല സ്ഥലങ്ങളിലും അവർക്ക് ഓഫീസുണ്ട്. അവർ സ്വർണ്ണപ്പണയം എടുക്കുന്നത് പോലെ അതേപോലെ തന്നെ ലോൺ കൊടുക്കുന്ന ചെറിയ തുകകൾ ലോൺ കൊടുക്കുന്ന മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫൈനാൻസ് കമ്പനിയാണ്. ഇതിന്റെ ഹെഡ് ഓഫീസൊക്കെ 2-3 തവണ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരെ ജനങ്ങളിലേക്ക് ഇട്ടിരിക്കുന്ന അവരുടെ പൈസ ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ലോൺ മാതൃകയിൽ, ആ രീതിയിൽ കിടക്കുന്ന പൈസ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഈ പൈസ പറ്റിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെയും ഒരു തരത്തിൽ ഈ ബാങ്കിങ് സിസ്റ്റം അവിടെ കൊലാപ്സ് ആകാന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലുള്ള ഒരു ക്രൈസിസ് അവിടെ സൃഷ്ടിക്കും. അതിലുപരിയായിട്ട് ഈ പണം പറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരാരും തന്നെ ഹെസ്ബുള്ളയെ തള്ളിപ്പറയാത്ത ആൾക്കാരാണ്. ഇപ്പോഴും സർവേ നടത്തി കഴിഞ്ഞാൽ 50%-ലധികം ആൾക്കാർ ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെയാണ് ഫ്രാൻസ് ആയാലും ശരി തന്നെ, അമേരിക്ക ആയാലും ശരി തന്നെ, ഇസ്രായേലിന് ഇത് അറിയാം, പക്ഷെ അറിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് അവർ അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ ഫ്രാൻസ്, അമേരിക്ക, സൗദി അറേബ്യ ഇവരെല്ലാം തന്നെ ഈ വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഹെസ്ബുള്ളയെ അവിടെ ആയുധം വെച്ച് കീഴടങ്ങാൻ പറയുക, അവരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുക എന്നുള്ള ഒരു വേഗ് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇസ്രായേൽ ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് നമുക്ക് തോന്നും ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം എവിടെയാണോ ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാർ ആയുധങ്ങൾ ശേഖരിക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു. ഇസ്രായേൽ ഇത്തവണ ഹമാസ് മാത്രമല്ല ഹെസ്ബുള്ളയും നമുക്കൊരു ഭീഷണിയായിട്ട് മാറാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഉറച്ചു തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഡീല്, തുർക്കിയും UK തമ്മിലൊരു ഡീല്, 40 യൂറോ ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഡീല്. F-35 വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന തയ്യബർത്തകന് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു തരത്തിലുള്ള റെസ്പോൺസും കിട്ടിയില്ല. അതിനുള്ള ഉത്തരം എന്താണെന്നുള്ളത് UK കീർ സ്റ്റാർമർ ട്രംപിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനു മുന്നേ സ്റ്റാർമർ തുർക്കി വിസിറ്റ് ചെയ്യുകയും ഞാൻ 40 യൂറോ ഫൈറ്റർ ജെറ്റുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം, 8 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിന്റെ ഓഫറാണിത്, 8 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിന്റെ ഓഫർ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ 20 യൂറോ ഫൈറ്റർ ജെറ്റുകൾ ഡെലിവറി ചെയ്യാം. അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഫൈറ്റർ ജെറ്റുകളിൽ മോഡിഫിക്കേഷൻ നടത്തും. എന്ത് മോഡിഫിക്കേഷനാണ്? തുർക്കിയുടെ ആയുധങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് തുർക്കിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിന് അതിനെ മോഡിഫൈ ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. തുർക്കിയുടെ ആയുധങ്ങൾക്ക് അഡോപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തി
ഈ യൂറോ ഫൈറ്റർ ജെറ്റുകൾ തുർക്കിക്ക് വിൽക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള 20 ഫൈറ്റർ ജെറ്റുകൾ പുതിയതാണ്. ആ പുതിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് 20,000 എംപ്ലോയ്മെന്റ് UK ക്രിയേറ്റ് ആവും ഈ ഒരു ഡീലിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. USA എന്തുകൊണ്ടാണ് F-35 കൊടുക്കാത്തത്, അതിന് ഇസ്രായേലിന്റെ ഇന്റർഫയറൻസ് ഉണ്ടോ എന്നുള്ളതും ഇനി UK ചെയ്യുന്ന പരിപാടി ശരിയാണോ എന്നുള്ള വിലയിരുത്തൽ അമേരിക്ക ഉടനെ തന്നെ നടത്തും. സ്റ്റാർമറിന് അങ്ങനെ ഉടനെ ഒന്നും തുർക്കിക്ക് ഫൈറ്റർ ജെറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഉടനെ ഇപ്പോൾ അമേരിക്ക ഇടപെടും. അപ്പോൾ ജപ്പാനിലിരിക്കുന്ന ട്രംപിന് തെക്കൈച്ചി പുതിയ പ്രൈം മിനിസ്റ്റർ ഭയങ്കരമായിട്ട് രീതിയിൽ നോബൽ പ്രൈസിനൊക്കെ റെക്കമെൻഡേഷനൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് ട്രംപിന്റെ പൾസ് മനസ്സിലായിട്ടുണ്ട്. ട്രംപിന്റെ പൾസിനനുസരിച്ചുള്ള ഡയലോഗുകളാണ് ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ട്രംപ് ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ജപ്പാന് ഞാൻ ഏറ്റവും നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും എന്താണ് കൊടുക്കാൻ പോകുക എന്നുള്ളത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഈ റീപ്പർ ഡ്രോണുകളും എല്ലാം കൊടുക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജപ്പാനുമായിട്ടും റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ട്രംപ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് ഇപ്പം അടുത്ത് സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഘട്ട ചർച്ചകൾ മുന്നോട്ട് പോവാണ്. സൗത്ത് കൊറിയ ആണെങ്കിൽ ഒരു 350 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കാരണം സൗത്ത് കൊറിയയുടെ ഇല്ലീഗൽ എമിഗ്രന്റുകളെ പിടിച്ച്, അതായത് ഒരു ഹുണ്ടായ് കാർ കമ്പനിയിൽ ഉള്ള സൗത്ത് കൊറിയയിൽപ്പെട്ട എംപ്ലോയീസിനെ പിടിച്ച് നാട് കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയം, അത് അവർക്ക് കയ്യിലും കാലിലൊക്കെ ചങ്ങലയിട്ട് അവരെ കള്ളന്മാരെ പോലെയാണ് നാട് കടത്തിയത് എന്നുള്ള വിഷയത്തിൽ സൗത്ത് കൊറിയയ്ക്ക് അമർഷമുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ സൗത്ത് കൊറിയ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾ മാന്യമായിട്ട് വന്ന് തിരിച്ചു കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അമേരിക്ക കേട്ടില്ല. ഞങ്ങളുടെ നിയമം പാലിച്ചുകൊണ്ട് അവരെ കൈയും കാലൊക്കെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിട്ടാണ് അവരെ ഡീപ്പോർട്ട് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷമം സൗത്ത് കൊറിയയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.